സ്പൈസ് നട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിന്റെ കൂടെ കഴിക്കുന്ന സൈഡ് ഡിഷുകളിൽ അധികവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സൈഡ് ഡിഷാണ് മെഴുക്കുപുരട്ടി. വളരെ എളുപ്പത്തിൽ മെഴുക്കുപുരട്ടി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം അച്ചിങ്ങ ത്തിലുള്ള പയർ അതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഏകദേശം ഈ ഒരു വലിപ്പമുള്ള കഷ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണിത്. 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 3 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, 2 ചെറിയ പച്ചമുളക് നീളത്തിൽ കീറിയത്, 2 ടീസ്പൂൺ ഉണക്കമുളക് പൊടി. ഉണക്കമുളക് നന്നായിട്ട് ഒന്ന് ചതച്ച് എടുത്തതാണിത്. അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പില. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം അച്ചിങ്ങ മുളക് പൊടിയും കുരുമുളക് പൊടിയും മറ്റു പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അച്ചിങ്ങയിലേക്ക് നേരത്തെ എടുത്തു വെച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. കൂടെ ക്രഷ് ചെയ്ത ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. നന്നായി തിരുമ്മി മസാല ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അടുപ്പത്ത് വെച്ച പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കടുക് എടുത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കറിവേപ്പില, ചുവന്നുള്ളി അരിഞ്ഞത്, രണ്ട് പച്ചമുളക് കീറിയത്, ഇതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് അച്ചിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അച്ചിങ്ങ പയർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം അച്ചിങ്ങ പയറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച അച്ചിങ്ങ പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇളക്കി ഒരേപോലെ യോജിപ്പിച്ച ശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പാൻ അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിക്കണം. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരു 5 മിനിറ്റിന് വെയിറ്റ് ചെയ്യും. ഓരോ 5 മിനിറ്റിലും ഇളക്കി 15 മിനിറ്റ് ആയിട്ടുണ്ട്. അച്ചിങ്ങ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന നാടൻ അച്ചിങ്ങ മെഴുക്കുപുരട്ടി അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലൂടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വിഭവവും മറ്റൊരു വീഡിയോവുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.